നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി അവൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. വയനാട് കളക്ട്രേറ്റിലെ റവന്യൂ വകുപ്പിൽ ക്ലർക്കായി ജോലിക്ക് കയറിയിരിക്കുകയാണ് ശ്രുതി. വയനാട് ദുരന്തത്തിൽപ്പെട്ട് ഒരു കുടുംബം ഒട്ടാകെ നഷ്ടപ്പെട്ടപ്പോൾ ബാക്കിയായത് ശ്രുതി മാത്രമായിരുന്നു. അടിപതറാതെ അവൾ പിടിച്ചു നിന്നത് അവൻ കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അവൾക്ക് എല്ലാമായിരുന്ന ജെൻസനും അവളെ വിട്ട് പോകേണ്ടി വന്നു. വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയായിരുന്നു ജെൻസൺ യാത്ര പറഞ്ഞത്. ഒരു നാട് ഒട്ടാകെയാണ് അവന് വേണ്ടി പ്രാർത്ഥിച്ചത്. പക്ഷെ ആ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിയാണ് അവൻ യാത്രയായത്. കഴിഞ്ഞ ജൂലൈ 30-നായിരുന്നു നാടിനെ നടുക്കിയ ഉരുൾപൊട്ടലിൽ അവൾക്ക് കുടുംബാംഗങ്ങളെ എല്ലാം നഷ്ടമാകുന്നത്. തുടർന്ന് കൽപ്പറ്റയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുകയാണ് ജെൻസൺ വിട പറയുന്നത്. എല്ലാവരും നഷ്ടമായതോടെ ശ്രുതി താമസിച്ചിരുന്നത് ബന്ധുവിനോടൊപ്പം കൽപ്പറ്റയിലായിരുന്നു. ഉരുൾപൊട്ടലുണ്ടായി കുടുംബമെല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. റവന്യൂ വകുപ്പിൽ നിയമനം നൽകിയുള്ള ഉത്തരവ് കഴിഞ്ഞ മാസമാണ് പുറത്തുവരുന്നത്. രാവിലെ 10 മണിയോടെയാണ് വയനാട് കളക്ട്രേറ്റിലെ ADMന്റെ ഓഫീസിലെത്തി ശ്രുതി പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നത്. മുന്നോട്ടുള്ള ജീവിതത്തിന് കൈത്താങ്ങായ എല്ലാവരോടും ശ്രുതി സന്തോഷവും നന്ദിയും അറിയിച്ചു. എത്ര വയ്യായ്കയുണ്ടെങ്കിലും ജോലിക്ക് എത്തുമെന്നും ശ്രുതി പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ റവന്യൂ മന്ത്രി രാജൻ സാർ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചുവെന്നും ശ്രുതി വ്യക്തമാക്കി. CPM നേതാവ് CK ശശീന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി തുടങ്ങിയ നേതാക്കൾക്കൊപ്പമാണ് ശ്രുതി ജോലിയിൽ പ്രവേശിക്കാനായി എത്തിയത്. കഴിഞ്ഞ ദിവസം T സിദ്ദിഖ് MLAയും ശ്രുതിയെ വീട്ടിലെത്തി അഭിനന്ദിച്ചിരുന്നു.